Hello dear students, welcome to Eazi lessons. Today in this video we are going to discuss about the algorithm and program for implementing a linear queue using arrays. We have already told that a linear queue can be implemented either using an array or using a linked list. And in this video we will be discussing the array implementation. For implementing a linear queue using an array, we need an array of maximum capacity n. And to that array, we are going to perform the operations insertion and deletion, which are the only two permitted operations. In the last video, we have already told that the queue is a FIFO data structure in which only insertion and deletion can be performed, and insertion is the process of adding an element to the rear of the queue, and deletion is the process of removing an item from the front of the queue. And what is rear? Rear is the position of the last inserted item, and front is the position of the item to be removed next. That is the element on the front of the queue. That is the element which was entered into the queue earliest. And two conditions were also discussed, that is underflow and overflow. Underflow is a condition in which the queue is empty, and overflow is a condition in which no further insertion can be performed, that is queue is full. So while inserting, what are things we have to look into? അതാണ് നമ്മളിപ്പോൾ അൽഗോരിതത്തിൽ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരു ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് what all things we have to remind. First of all, ഒരു ക്യൂയിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വി നോ ദാറ്റ് അറേ ഹാസ് എ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ അറേക്ക് അത്രയും എലമെൻസിനെയാണ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഓൾറെഡി കുറേ ഇൻസേർഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ഫർദർ ഇൻസേർഷൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി സംടൈംസ് ഇറ്റ് മേ ബി ഫുൾ. അപ്പോൾ അവിടെ സ്ഥലം ഉണ്ടോയെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് വെദർ ദ ക്യൂ ഈസ് ഫുൾ, ദർ ഈസ് ഇനഫ് സ്പേസ് ഫോർ ഇൻസേർഷൻ. അപ്പോൾ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മളൊരു മെസ്സേജ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ലീനിയർ ക്യൂവിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫുൾ ആവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു ക്യൂ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, 4 എലമെൻറ്റ്സ് വയ്ക്കാൻ പറ്റുന്നത്. അവിടെ 4 എലമെൻറ്റ്സും വെച്ചിട്ടുണ്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. താഴെ അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 0 1 2 3. ആൻഡ് ഇൻ ദിസ് കേസ് ദ ഫ്രണ്ട് ഈസ് 1, ദാറ്റ് മീൻസ് 0th പൊസിഷൻ, ആൻഡ് റയർ ഈസ് 3rd പൊസിഷൻ. ഈ കേസിൽ നമ്മുടെ അറേ ഫുള്ളാണ്. ഇനി സപ്പോസ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് 2 എലമെൻറ്റ് കളഞ്ഞു. നെക്സ്റ്റ് പിക്ചർ നോക്കുക, ഇവിടെ എലമെൻറ്റ് ഇല്ല, ഫസ്റ്റ് 2 എലമെൻറ്റ് കളഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് 2 എലമെൻറ്റ്സ് 3 and 4 are kept here, and here in this case front is 2 and rear is 3. ഈ ഒരു സിറ്റുവേഷനിലായാലും ലീനിയർ ക്യൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതിനനുസരിച്ച് പുതിയൊരു എലമെൻറ്റ് വരികയാണെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം റെയർ n-1 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അതിലേക്ക് ഇൻസേർഷൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യില്ല. That is the concept of linear queue. അപ്പോൾ നമുക്ക് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് റെയർ ഈക്വൽ ടു n-1 ആണെങ്കിൽ ക്യൂ ഓവർഫ്ലോ ആണെന്ന് പറഞ്ഞ് നമ്മളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇൻസേർഷൻ നടക്കില്ല, അതുകൊണ്ട് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുക. അപ്പോൾ നമ്മുടെ ക്യൂ ഐദർ ഈ ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലോ ആണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ വി വിൽ സേ ദാറ്റ് ദർ ഇസ് നോ ഇനഫ് സ്പേസ് ഫോർ ഫർദർ ഇൻസേർഷൻ ആൻഡ് ദ ഫംഗ്ഷൻ എൻഡ്സ് ദർ. ഇനി അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പിൽ പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂ എം ടി ആണോ, അതായത് ഒറ്റ എലമെൻസും ഇൻസേർട്ട് ചെയ്തിട്ടില്ലേ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടും റയറും എന്തായിരിക്കും, -1 ആയിരിക്കും. നമ്മൾ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എം ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടും റയറും -1 ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ടൊരു എലമെൻറ്റിനെ വയ്ക്കുമ്പോൾ ഫ്രണ്ടും റയറും 0 തന്നെ വരും. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻസേർഷൻ ചെയ്യുന്ന സമയത്ത് ഈച്ച് ഇൻസേർഷൻ മേക്സ് ചേഞ്ചസ് ടു ദ റയർ ഓൺലി. പക്ഷെ ഫസ്റ്റ് കേസിൽ ഇൻസേർഷനിൽ മാത്രം ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 3rd പിക്ചർ നോക്കുക, അവിടെ അറയിൽ ഒറ്റ എലമെൻസും ഇല്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും റയറും -1 ആണ്. അപ്പോൾ ഇനിയൊരു ഫർദർ ഇൻസേർഷൻ അവിടെ നടത്തണമെങ്കിൽ ഫ്രണ്ടും റയറും 0 ആക്കി വെച്ചിട്ട് വേണം. അതായത് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, ഫ്രണ്ടും റയറും നമ്മൾ 0 ആക്കി വെക്കുന്നു. അതാണ് ഈ സ്റ്റെപ്പ് പറയുന്നത്.
സോ ഫ്രണ്ടും റയറും നമ്മൾ 0 ആക്കി വെച്ചു. ഇനി അഥവാ നമ്മുടെ സിറ്റുവേഷൻ ഇവിടെ 4th പിക്ചർ നോക്കാം. 2 എലമെൻ്റ് ഉണ്ട്, ബാക്കി ഇവിടെ സ്പേസും ഉണ്ട് അറയിൽ. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇനഫ് ആൻഡ് മോർ സ്പേസ് ഉണ്ട്. റയർ ഇപ്പോൾ 1 ആണ്. നെക്സ്റ്റ് റയർ എന്താക്കി വെച്ചാൽ 2 ആക്കി വെച്ചിട്ട് നമുക്ക് പുതിയ എലമെൻറ്റിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് എൽസ് പാർട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റയർ ഈസ് ജസ്റ്റ് ഇൻക്രിമെൻറ്റഡ്. റയർ 1 ആയിരുന്നു, റയർ ഈസ് ഇൻക്രിമെൻറ്റഡ് ടു 2. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനമാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നടത്തുന്നത്. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം തീരുമാനമാവും, ഏകദേശമല്ല തീരുമാനമാവും എലമെൻ്റ് എവിടെയാണ് വെക്കേണ്ടത്, വെക്കുന്ന പൊസിഷൻ എന്താണ്, റയർ എന്താണെന്ന് നമ്മൾ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പിൽ ക്യൂ ഓഫ് റയർ, ആ ഫിക്സ് ചെയ്ത റയറിലേക്ക് നമ്മൾ ഐറ്റം വെക്കുകയാണ്. അപ്പോൾ സപ്പോസ് നമുക്ക് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഇൻസേർഷൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞു. സെക്കൻഡ് കേസ് ആണെങ്കിൽ, അതായത് എം ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടും റയറും ഇനി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പുതിയ എലമെൻറ്റിനെ നമ്മൾ ഇവിടേക്ക് പ്ലേസ് ചെയ്തു. ഈ സപ്പോസ് 20 ഇതായിരുന്നു നമ്മുടെ ക്യൂവിൻ്റെ അവസ്ഥ എന്നിരിക്കുക. ഓൾറെഡി 2 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ റയർ 2 ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്യൂ ഓഫ് ആർ എന്ന് പറയുമ്പോൾ ക്യൂ ഓഫ് 2 ഈക്വൽ ടു നമ്മൾ കൊണ്ടുവന്ന ഐറ്റം 23 എന്നുള്ളത് ഇവിടെ പ്ലേസ് ചെയ്യും. ഇങ്ങനെയാണ് ഇൻസേർഷൻ നടക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് വെദർ ദ ക്യൂ ഈസ് ഫുൾ ആണെങ്കിൽ ഇൻസേർഷൻ നടക്കില്ല എന്നുള്ളൊരു എറർ മെസ്സേജ് ജനറേറ്റ് ചെയ്യണം. അതല്ല നമുക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല, ഇങ്ങനെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ചെക്ക് വെദർ ദ ക്യൂ ഈസ് എം ടി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടും റയറും എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ അതിനെ 0 ആയിട്ട് റീസെറ്റ് ചെയ്യണം. അതല്ല നോർമൽ സിറ്റുവേഷനിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, ബാക്കി സ്പേസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റയർ ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ സപ്പോസ് നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്തു, വീണ്ടും ഒരു നമ്പറും കൂടി ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിച്ചോ, 32. അപ്പോൾ 32 എന്നുള്ളത് നമ്മൾ ഇവിടെ ആയിരിക്കും വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂ എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ റയർ എന്തായി? 4 ആയി. ഇനി വീണ്ടും ഒരു 42 വരികയാണെന്നുണ്ടെങ്കിൽ റയറിൻ്റെ വാല്യൂ എന്തായി? റയർ ഇപ്പോൾ 3 ആണ്. അതായത് റയർ എന്ന് പറയുന്നത് മാക്സിമം കപ്പാസിറ്റി 4 - 1 3 ആയിക്കഴിഞ്ഞാൽ ഇനി ഫർദർ ഇൻസേർഷൻ പറ്റില്ല നമ്മൾ പറയുകയാണ്. ഇതാണ് ലീനിയർ ക്യൂവിൻ്റെ ഒരു ഇൻസേർഷൻ അൽഗോരിതത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ഏകദേശം സെയിം വേ ആണ് ഡെലീഷനും. ഡെലീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ പ്രോസസ് ഓഫ് റിമൂവിങ് ആൻ ഐറ്റം ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദ ക്യൂ. അവിടെ നമുക്ക് യൂസറിനോട് ചോദിക്കാൻ ഓപ്ഷൻ ഇല്ല വിച്ച് എലമെൻറ്റ് ഈസ് ടു ബി ഡെലീറ്റഡ്. ദർ ഈസ് നോ ഓപ്ഷൻ ഫോർ ആസ്കിങ് വിച്ച് ഈസ് ദ എലമെൻറ്റ് ടു ബി ഡെലീറ്റഡ്, ആസ് വി ക്യാൻ ഡെലീറ്റ് ഓൺലി ദ എലമെൻറ്റ് ഫ്രം ദ ഫ്രണ്ട്. അതുകൊണ്ടാണ് ഡെലീഷൻ ഫംഗ്ഷനെ വിളിച്ചപ്പോൾ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് അറേ മാത്രം പാസ് ചെയ്തത്. ഇനി എലമെൻറ്റിൽ നമ്മുടെ ക്യൂവിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രിൻറ്റ് ചെയ്യാനുണ്ടാവില്ല. ഇപ്പോൾ സപ്പോസ് നമ്മളുടെ ക്യൂവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് വിചാരിക്കും, ഒറ്റ എലമെൻറ്റും ഇല്ലയെന്ന് വിചാരിക്കാം. ഫ്രണ്ടും റയറും -1 ആണെങ്കിൽ അത് ഫ്രണ്ട് -1 ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. ഫ്രണ്ട് -1 ആണെന്നുണ്ടെങ്കിൽ ക്യൂ എം ടി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വെക്കാൻ പോകുന്ന പുതിയ എലമെൻറ്റ് ഇനി 0th പൊസിഷനിലായിരിക്കും നമ്മൾ വെക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഡെലീഷൻ്റെ കേസിലോ എം ടി ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഡെലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എലമെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് ഡെലീഷൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകണം. ഓക്കെ. ഇനി അഥവാ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരും. ഐറ്റം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെ എടുത്തു വയ്ക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ക്യൂ ആണെന്ന് വിചാരിക്കാം. ഇതിലാകെ 3 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇനി ബാക്കിയുള്ളൂ. 1ഉം 2 ഒക്കെ മുൻപ് ഉണ്ടായിരുന്നത് ഡെലീറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിക്കാം. ഇപ്പോൾ റിമൈനിങ് എലമെൻറ്റ് ഈസ് ഓൺലി 3. ദെൻ ദിസ് 3 ഈസ് സ്റ്റോർഡ് ഓൺ ടു ദ ഐറ്റം. 3നെ നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എടുത്തു. അതായത് 3നെ ഇനി നമ്മളിവിടെ കളയാനായിട്ട് പോവാണ്. അപ്പോൾ 3 പോയി കഴിഞ്ഞാൽ, ആ 3 ആണ് ആകെയുള്ള ഒരു എലമെൻറ്റ്, അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യൂ എം ടി ആവും. ഫ്രണ്ടും റയറും -1 ആവണം. അപ്പോൾ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ മാർഗം? ഇവിടെ നോക്കൂ, ഫ്രണ്ട് ആൻഡ് റയർ ഈസ് സെയിം. സോ വെൻ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റയർ, ദ ക്യൂ കണ്ടെയ്ൻസ് ഓൺലി എ സിംഗിൾ എലമെൻറ്റ്. ആൻഡ് ഇഫ് ദാറ്റ് എലമെൻറ്റ് ഈസ് റിമൂവ്ഡ് അവർ ക്യൂ ബിക്കംസ് എം ടി. അതാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ ഫ്രണ്ട് ഈക്വൽ ടു റയർ, സെറ്റ് എഫ് ഈക്വൽ ടു -1 ആൻഡ് ആർ ഈക്വൽ ടു -1. വീണ്ടും നമ്മൾ എം ടി ആക്കി സെറ്റ് ചെയ്തു. ഇനി തേർഡ് കണ്ടീഷൻ എന്താണ്? കുറച്ച് എലമെൻറ്റ്സ് അവിടെ ഉണ്ട്, ബാക്കി അവിടെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിനെ ഇൻക്രിമെൻ്റ് ചെയ്യാണ്. അതായത് ഒരു എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ ബാക്കി കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 1 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
1 പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് എവിടേക്ക് മാറും? ഫ്രണ്ട് ബിക്കംസ് 1. സോ ഹിയർ ഫ്രണ്ട് ആൻഡ് റെയർ ബിക്കം അഗെയിൻ സെയിം, അതായത് ഒരു എലമെൻറ്റേ ഉള്ളൂ ഇനി ക്യൂവിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതാണ് ഡെലീഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് വെദർ ദ ക്യൂ ഈസ് എംറ്റി. എംറ്റിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ഈക്വൽ ടു -1 ആണ്. ആണെങ്കിൽ ഇനി ഡിലീറ്റ് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളൊരു എറർ മെസ്സേജ് നമ്മൾ ജനറേറ്റ് ചെയ്തു. അതല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന ഐറ്റത്തിനെ നമ്മൾ ഒരു ഐറ്റം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ആ എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ വി ഹാവ് ടു റീസെറ്റ് ദ റയർ ആൻഡ് ഫ്രണ്ട്. എന്തിനൊക്കെയാണോ മാറ്റങ്ങൾ വരുന്നത് അതിനെ നമ്മളവിടെ കൃത്യമായിട്ട് മാറ്റി വയ്ക്കണം. ഫ്രണ്ടിലത്തെ ഒരു എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ക്യൂവിൽ ആകെ ഒരു സിംഗിൾ എലമെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ ക്യൂ എംറ്റി ആവും. അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു റയർ ദെൻ എഫ് ഈക്വൽ ടു -1, ആർ ഈക്വൽ ടു -1. ഇനി അതല്ല, ഇഷ്ടംപോലെ എലമെൻറ്റ് ക്യൂവിൽ ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയുകയാണ്. 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനീഷ്യലി നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഫ്രണ്ട് എന്ന് പറയുന്നത് 0യും റയർ എന്ന് പറയുന്നത് 3യും ആയിരുന്നു. സോ ഫ്രണ്ടിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 1 പോവും. 1 പോകുന്ന സമയത്ത് നെക്സ്റ്റ് ഫ്രണ്ട് ബിക്കംസ് 1. ഫ്രണ്ട് ഈക്വൽ ഫ്രണ്ട് 0 ആയിരുന്നു. 0 + 1 1. അതാണ് ഇവിടെ ഫ്രണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഡെലീഷൻ അൽഗോരിതം. സോ ഈ രണ്ട് അൽഗോരിതംസ് യൂസ് ചെയ്ത് നമുക്കൊരു C പ്രോഗ്രാമിലെ ക്യൂവിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. So next we are moving on to the program for implementing a linear array. So here, after including the header files, I have defined a symbolic constant. We know that we can define a constant value either by using hash define statement or using const keyword. So here I have used the hash define statement for setting a constant value n. When in 5 എന്ന് പറഞ്ഞൊരു constant value set ചെയ്തു. And here there are 3 functions: insert, delete and display. The purpose of each function is to perform the corresponding insertion, deletion and display operations. അപ്പോൾ 3 വോയിഡ് ഫങ്ഷൻസ് ആണ്, റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ലാത്ത ഫങ്ഷൻസ് ആണ്. ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഒരു അറേയും ഒരു ഐറ്റവും ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. അൽഗോരിതത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഒരു അറേയുടെ സിമ്പലും ഒരു ഇൻറ്റ് സിമ്പലും ആണ് നമ്മളവിടെ പ്ലേസ് ചെയ്യേണ്ടത്. ഡെലീറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത, നമുക്ക് യൂസറിനോട് ഓപ്ഷൻസ് ഒന്നും ചോദിക്കാനില്ല ഏത് എലമെൻറ്റാണ് കളയേണ്ടതെന്നൊന്നും. സോ ഓൺലി ക്യൂ ഈസ് പാസ്ഡ് ഓൺ ടു ദ ഫംഗ്ഷൻ. ദർ ഈസ് നോ need of passing any item for deletion. And in the case of display function, just we are displaying the queue, the current status of the queue. And 2 global variables have been declared, R and F, and they are initialized to -1. Initially our queue is empty, so rare and friend is initialized to -1, and these variables are declared as global variables because these rare and friend has to be accessed in different functions like insert function, delete function, display function. 3 ഫംഗ്ഷനിൽ നമുക്ക് ഈ റയറിനെയും ഫ്രണ്ടിനെയും ആക്സസ് ചെയ്യേണ്ടത് വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ കയറി അവിടെ നമ്മളൊരു ക്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വിത്ത് സൈസ് n, ഐറ്റം CH എന്ന് പറഞ്ഞ വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ മെനു ഡിസ്പ്ലേ ചെയ്തു. മെനുവിൽ ഓപ്ഷൻസ് ഇൻസേർഷൻ, ഡെലീഷൻ, ഡിസ്പ്ലേ, എക്സിറ്റ്. And finally the choice is being read from the user to CH variable. CHലേക്ക് നമ്മൾ ചോയ്സ് കൊടുത്തു. And we have to evaluate the value of CH using switch statement. And we are checking whether the value of CH is 1, 2, 3, 4 or any other value. If it is 1, that means if the user wants to insert some data, the user will give some data to item variable. So here we are calling the insert function and passing q and item as argument. Q is our array and item is the element to be inserted. And the program control will be shifted to insert function down. And here in the insert function, according to the algorithm, we have checked whether the queue is full, r equal to n-1. If the queue is full, corresponding error message is being displayed and the function returns. If there is no such condition, the program control will be checking whether the queue is empty. That is, if f equal to -1. If it is empty, that means we are going to insert the first element. So in that particular case, we have to reset both f and r is equal to 0. And if the third condition, that is queue already contains some elements, and to the end of the queue we have to add some elements more, we just want to increment the value of rare.
So the rear is being calculated, and finally to the new value of rear the item is being placed. That is all about insertion function. And after inserting, the program control will be returning to the switch case statement, and there we have written break statement. So the program control will be taken outside the switch statement, and the value will be, the condition will be evaluated in the do while statement while choice not equal to 4. We have entered the choice as 1, so the condition is false, means true. Choice is not equal to 4, so the loop will again repeatedly executed, and again the menu will be displayed and the user will be entering another choice. Suppose the user has entered the choice 2. So while evaluating the value of CH using switch statement, a match will be found when CH is equal to 2, case 2. There we are calling the function delete function and passing our Q as argument, that is array as argument. So when the function is being called, program control reaches here in the delete function, and in the delete function the formal argument is set as Q of n, that is we are using a formal argument array, that is Q containing n elements. And then we have to check whether the queue is empty ആണോ ചെക്ക് ചെയ്യണം. empty ആണെങ്കിൽ empty ആണെന്നുള്ളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. Otherwise, if there is elements in the queue, the front element will be taken to the variable x equal to q of f. So after taking the variable to x, what will happen? The change will be made onto the value of front. So here I am checking whether r is equal to f, that is if the queue was having only a single item and this single item is being removed now. So ആ ഒരു എമൗണ്ടും ആ ഒരു എലമെൻറ്റും പോയി കഴിയുമ്പോൾ നമ്മുടെ ക്യൂ എം ടി ആവും. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് ആർ ഈസ് ഈക്വൽ ടു എഫ്, രണ്ടും സെയിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എലമെൻറ്റേ ഉള്ളൂ എന്ന് അർത്ഥം. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ എഫും ആറും -1 ആയി. അതല്ല, അവിടെ ഇനഫ് ആൻഡ് മോർ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൽ നമ്മൾ ഒരെണ്ണത്തിനെ കളഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്തതായിരിക്കും ഇനി അടുത്ത ഫ്രണ്ട് എലമെൻറ്റ്. സോ ഫ്രണ്ടിനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഇതാണ് ഡെലീഷൻ ഫംഗ്ഷൻ. തിരിച്ചു പോയതിന് ശേഷം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ താഴെ, അതായത് കേസ് 2ൻ്റെ താഴെ നമ്മൾ എഴുതിയിട്ടുള്ള ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണും. അപ്പോൾ സ്വിച്ച് ബ്രേക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ഡു വൈൽ ലൂപ്പിൻ്റെ ക്ലോസിംഗ് ബ്രേസസ് കാണും. അവിടെ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ചോയ്സ് ഇപ്പോൾ 2 ആണ്, 2 നോട്ട് ഈക്വൽ ടു 4 കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും മെനു ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ സപ്പോസ് യൂസർ ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ഡിസ്പ്ലേ ഫംഗ്ഷനിലേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോവും. അവിടെ നേരത്തെ പോലെ തന്നെ ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കാരണം എം ടി ആണെങ്കിൽ നമുക്ക് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് പ്രിൻറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മളൊരു ഫോർ ലൂപ്പ് ഇട്ട് എലമെൻറ്റ്സിനെ പ്രിൻറ്റ് ചെയ്യാണ്. എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ്? ഫസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്ന പൊസിഷൻ ഫ്രണ്ട് ആണ്, ലാസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്ന പൊസിഷൻ റയർ ആണ്. സോ വി ഹാവ് ടു പ്രിൻറ്റ് ഫ്രം ഫ്രണ്ട് ടു റയർ. അതാണ് ഫോർ ലൂപ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോർ ഐ ഈക്വൽ ടു എഫ്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ, ഐ പ്ലസ് പ്ലസ്. ഓരോ പ്രാവശ്യം നമ്മൾ ക്യൂ ഓഫ് ഐനെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യൂവിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ. അത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ തിരിച്ചു പോകും. ഇതുപോലെ തന്നെ ഡു വൈൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മെനു വരുമ്പോൾ ഇപ്പോൾ യൂസർ 4 എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും, പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, മീൻസ് പ്രോഗ്രാം. സോ ലെറ്റ് us എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെനു ഡിസ്പ്ലേ ചെയ്തു. സപ്പോസ് ഞാൻ 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു. ഇപ്പോൾ ഇൻസേർഷനാണ്. ദ സിസ്റ്റം വിൽ ആസ്ക് ഫോർ എ നമ്പർ. സപ്പോസ് ഐ ഹാവ് ഗിവൺ 23. നെക്സ്റ്റ് അഗെയിൻ മെനു വിൽ ബി ഡിസ്പ്ലേഡ്. അഗെയിൻ ഐ എം ചൂസിങ് ദ ഓപ്ഷൻ 1 and I am giving the number 32. So 2 elements have been inserted. Again I am giving insertion and I am giving 44. And now I want to see what is the status of queue. So display function is given as a choice 3. So you can see the status of the queue 23, back to 32, അതിൻ്റെ പിന്നിൽ 44 insert ചെയ്തിട്ടുണ്ട്. Suppose the user want to remove an item, we can give the option 2. So 3 എലമെൻറ്റിൽ ഫ്രണ്ടിലത്തെ എലമെൻറ്റ്, അതായത് 23 ആണ് പോകേണ്ടത്.
സോ ഇവിടെ നമുക്ക് 23 ഈസ് റിമൂവ്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കിട്ടും. എഗെയിൻ നമ്മൾ 2 തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 32 റിമൂവ്ഡ് ആവും. എഗെയിൻ നമ്മൾ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 44 റിമൂവ്ഡ് ആവും. എഗെയിൻ ഞാൻ 2 തന്നെ കൊടുത്താൽ ക്യൂ എം ടി ആണ്, അവിടെ നമുക്ക് കളയാൻ എലമെൻസ് ഒന്നും ഇല്ല എന്നുള്ളത് ഡിസ്പ്ലേ വരും. 4 എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫങ്ഷൻ, മീൻസ് പ്രോഗ്രാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3 ഫങ്ഷൻസ്, ഗ്ലോബൽ വേരിയബിൾ, സിംബോളിക് കോൺസ്റ്റൻറ്റ്, മെയിൻ ഫങ്ഷൻ്റെ ഉള്ള മെനു, ചോയ്സ് റീഡ് ചെയ്യുന്നു, ചോയ്സിനെ അക്കോർഡിംഗ്ലി നമ്മൾ കറസ്പോണ്ടിങ് ഫങ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇൻസേർഷൻ ഫംഗ്ഷനിൽ മാത്രം ഐറ്റം റീഡ് ചെയ്തിട്ട് ഐറ്റം കൊണ്ടാണ് നമ്മൾ ഫംഗ്ഷനിലേക്ക് പോകുന്നത്. ബാക്കിയുള്ള കേസിലൊക്കെ ജസ്റ്റ് നമ്മൾ ക്യൂവിനെയും കൊണ്ടാണ് ഫംഗ്ഷനിലേക്ക് വന്നിട്ടുള്ളത്. ഇൻസേർഷൻ ഫംഗ്ഷനിൽ സ്ഥലമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, അതായത് r = n-1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ ഇൻസേർഷൻ നടക്കില്ല. അതല്ല പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ക്യൂ എം ടി ആണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ എഫും ആറും 0 ആക്കി വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റയർ ഇൻക്രിമെൻ്റ് ചെയ്തു, പുതിയ റയറിലേക്ക് ഐറ്റം വെച്ചു. ഇതാണ് ഇൻസേർഷൻ. ഡെലീഷൻ ഫംഗ്ഷനിലാവുമ്പോൾ നമ്മൾ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എം ടി ആണെങ്കിൽ ഡെലീഷൻ നടക്കില്ല, ക്യൂ എം ടി ആണെന്ന് പറയുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ എലമെൻ്റ് ആണോ ഫസ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ എലമെൻറ്റ്സ് അവിടെ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന എലമെൻറ്റിനെ നമ്മളൊരു വേരിയബിളിലേക്ക് എടുത്തു വെച്ചിട്ട് ആ എലമെൻ്റാണ് റിമൂവ്ഡ് ആവണേ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ചെക്ക് വെദർ ദ ക്യൂ കണ്ടെയ്ൻസ് എ സിംഗിൾ എലമെൻറ്റ് ദാറ്റ് ഈസ് r = f, ആൻഡ് ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, നമ്മുടെ ആ എലമെൻറ്റും കൂടി പോയി കഴിഞ്ഞപ്പോൾ എഫും ആറും -1 ആക്കി നമ്മൾ എം ടി ആയിട്ട് റീസെറ്റ് ചെയ്തു. അതല്ല ക്യൂവിൽ ഇഷ്ടംപോലെ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു എലമെൻറ്റ് പോയി കഴിയുമ്പോൾ ഇനി ഫ്രണ്ട് എന്ന് പറയുന്നത് അടുത്ത എലമെൻ്റ് ആയിരിക്കും. സോ ഫ്രണ്ട് ഈസ് ബീയിങ് ഇൻക്രിമെൻറ്റഡ്. അതാണ് ഡെലീഷൻ ഫംഗ്ഷൻ. ഇനി നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷനിൽ എന്താണ്, എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ എം ടി ആണെന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് മുതൽ റയർ വരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പ് ഇട്ടിട്ട് അതിൽ 1 by 1 ആയിട്ട് നമ്മൾ എലമെൻറ്റ്സിനെ പ്രിൻറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ പ്രോഗ്രാം ആൻഡ് അൽഗോരിതം ഓഫ് ലീനിയർ ക്യൂ. Hope you understood the video. If you have any suggestions or doubts, you can put forward in the chat box. Once again, thank you, dear students. Thank you.